ബി.ജെ.പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തി ഒരു കൊല്ലമാകുന്നതിന് മുമ്പ് സന്ദീപ് വാര്യരുടെ കാര്യം അധോഗതിയിലേക്കാണ്. കാരണം സീറ്റ് മോഹവുമായാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബി.ജെ.പി കൃത്യമായി തന്നെ പരിഗണിക്കുന്നില്ല. പല വിഷയങ്ങളിലും ബി.ജെ.പി സംസ്ഥാന നേതൃത്വം തന്നെ ഒതുക്കുകയാണ്. കെ സുരേന്ദ്രനും അതുപോലെ തന്നെ വി മുരളീധരനും അടങ്ങിയ ടീം ഒതുക്കുകയാണ്. ഇപ്പോഴത്തെ പുതിയ സംസ്ഥാന അധ്യക്ഷനും വലിയ രീതിയിൽ ക്ലച്ച് പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സന്ദീപ് വാര്യർ രംഗത്ത് വരുന്നു. ഏതായാലും കോൺഗ്രസിന് വേണ്ടി ഉറച്ച പോരാളിയെ പോലെ സന്ദീപ് വാര്യർ പെരുമാറുന്നു. പക്ഷെ ഉള്ളിലിരിപ്പ് സീറ്റ് മോഹവുമായി കൃത്യമായി ചില മേഖലകൾ കേന്ദ്രീകരിക്കാനാണ് സന്ദീപ് വാര്യർ ശ്രമിക്കുന്നത്. പക്ഷേ ആ സീറ്റ് മോഹം കോൺഗ്രസിനകത്ത് എല്ലാ നേതാക്കളും പ്രവർത്തിക്കുന്ന പാർട്ടി നേതാക്കൾ പലരും ആഗ്രഹിക്കുന്നത് സീറ്റ് കിട്ടുക എന്നത്, MLA ആവുക എന്നതും, ദീർഘകാലം നിയമസഭാ സാമാജികനാകുക. നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഒരു കീഴ്വഴക്കം CPIM പോലെയല്ല. ഒരാൾ ജയിച്ചാൽ ആ മണ്ഡലത്തിൽ തോക്കുന്നത് വരെയോ മരിക്കുന്നത് വരെയോ MLA ആയി മോഹം തീരാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ബാക്കി ആർക്കും അവസരം കൊടുക്കില്ല. അതിൽ ഇന്നാരൊന്നൊന്നുമില്ല, എല്ലാവരും കണക്കാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ കോട്ടയത്ത് നിന്നും കണ്ണൂരിലേക്ക് വണ്ടി കയറിയ KC ജോസഫ് ഉൾപ്പെടെ ആ ലിസ്റ്റിനകത്തുണ്ട്. KC ജോസഫ് ഇരിക്കൂർ എന്ന് പറയുന്ന മലയോര പ്രദേശത്തെ 8 തവണയാണ് നിയമസഭയിൽ പ്രദാനം ചെയ്തത്. ഒന്ന് ആലോചിക്കണം. ആ 8 തവണ പ്രദാനം ചെയ്ത് 39 വർഷത്തോളം പ്രദാനം ചെയ്ത് ഒടുവിൽ ഏറ്റവും അവസാനം ഗത്യന്തരമില്ല, ഇനി പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിനെ മത്സരിപ്പിക്കാൻ തുനിയില്ല എന്ന് ബോധ്യം വന്നതോടെയാണ് റിട്ടയർമെൻറ്റുമായി ശിഷ്ടകാലം തിരിച്ച് കോട്ടയത്തേക്ക് മടങ്ങിയത്. അത്തരത്തിൽ പലരുമുണ്ട്. ഇതിനകത്ത് സന്ദീപ് വാര്യർ ലക്ഷ്യം വയ്ക്കുന്നത് തൃശ്ശൂർ നിയമസഭാ സീറ്റാണ്. നമുക്കറിയാം പല സീറ്റുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സന്ദീപ് വാര്യർ ഉന്നം വയ്ക്കുന്നുണ്ടായിരുന്നു. വാര്യരെ സംബന്ധിച്ചിടത്തോളം ലീഗിൻ്റെ കൂടി പിന്തുണയുണ്ടെങ്കിൽ UDFന് കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിക്കുന്ന തനിക്ക് ഈസി വാക്ക് ഓവർ ആയിരിക്കും, അവർക്ക് അനുകൂലമായ സാഹചര്യം കൂടിയാണല്ലോ എന്നൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് ബോംബ് പോലെ ആ വാർത്ത വലിയ ആഘാതമുണ്ടാക്കിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആകെ വെട്ടിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ BJP ഏറ്റവും കൂടുതൽ പകപോക്കാൻ ശ്രമിക്കുന്നത് സന്ദീപ് വാര്യർക്കെതിരെയാണ്. പാലക്കാടുള്ള BJP നേതാക്കൾ ഏറ്റവും അധികം രൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നത് സന്ദീപ് വാര്യരെ കുറിച്ചാണ്. എന്തായിരിക്കും വാര്യരുടെ ഇനിയുള്ള രാഷ്ട്രീയ ഭാവി എന്നത് കൃത്യമായി ചർച്ച ചെയ്യുന്നുമുണ്ട്. കേരളത്തിൽ വാര്യർ ക്ലച്ച് പിടിക്കില്ല എന്നാണ് BJP പറയുന്നത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ, കഴമ്പുണ്ടോ? കേരളത്തിൽ കോൺഗ്രസ് തന്നെ ഇനി അധികാരത്തിൽ വരുന്ന കാര്യം സംശയമല്ലേ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സെനാറിയോയിൽ ഒരു ആരോപണ വിധേയനായ MLA സംരക്ഷിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ വേട്ടക്കാരോടൊപ്പമാണ്, ഇരയ്ക്കൊപ്പമല്ല എന്ന പ്രതീതി വരുത്താൻ CPIMന് കഴിയും. അവരിലെ പല MLAമാരും ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെ നേരിട്ടവരാണ്. പലരും ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനെയൊക്കെ നിർവീര്യമാക്കിക്കൊണ്ട് റിപ്പോർട്ടർ ചാനലിനെ പോലുള്ള മുഖ്യമാധ്യമ ചാനലുകളെല്ലാം കൃത്യമായി കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു വിഷയം പർവ്വതീകരിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ സന്ദീപ് വാര്യരുടെ പേരും ഉയർന്നു കേൾക്കുന്നു. സന്ദീപ് വാര്യരെ BJPയും CPIMും കണക്കൂട്ടി ആക്രമിക്കുകയാണ്. ഇവിടെ നോക്കൂ, CJP ആണ് ഇവിടുത്തെ സഖ്യം. BJPയും CPIMും ചേർന്നാണ് കോൺഗ്രസിലെ ഓരോ എതിരാളികളെയും വീഴ്ത്തുന്നത്. ഒരേ രാഷ്ട്രീയ ശൈലിയാണ് അവർ അവലംബിക്കുന്നത്.